ഹായ് ഓൾ. നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് പേയ്മെൻറ്റ് സിസ്റ്റം, അതർവൈസ് ഡിജിറ്റൽ പേയ്മെൻറ്റ് സിസ്റ്റം. സോ നമുക്ക് നോക്കാം എന്താണ് പേയ്മെൻറ്റ് സിസ്റ്റം. പേയ്മെൻറ്റ് സിസ്റ്റം ഈസ് ദ ഫിനാൻഷ്യൽ എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ബയർ ആൻഡ് സെല്ലർ ഓവർ ഇൻ്റർനെറ്റ്. അതായത് ബയറിൻ്റെയും സെല്ലറിൻ്റെയും ഇടയ്ക്ക് ഇൻ്റർനെറ്റ് യൂസ് ചെയ്തുകൊണ്ട് നടക്കുന്ന ഫിനാൻഷ്യൽ എക്സ്ചേഞ്ചിനെയാണ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? അതായത് നമ്മൾ മാനുവലായിട്ട് പേപ്പർ ക്യാഷ് യൂസ് ചെയ്ത് ഫിനാൻഷ്യൽ എക്സ്ചേഞ്ച് നടത്തുന്നതിന് പകരം ഓൺലൈനായിട്ട് നെറ്റ് ബാങ്കിങ് വഴിയോ അതല്ലെങ്കിൽ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ അങ്ങനെയുള്ള കാർഡൊക്കെ യൂസ് ചെയ്തോ ഒക്കെ നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്നു. അതിനെയാണ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? സോ ഒരു പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻ നടക്കണമെങ്കിൽ അതിന് മെയിനായിട്ടും 5 കമ്പോണൻസ് ആണുള്ളത്. അപ്പോൾ ഈ ഫൈവ് കമ്പോണൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പേയ്മെൻറ്റ് പ്രോസസ്സ് നടക്കുകയുള്ളൂ. സോ ഏതൊക്കെയാണ് ആ 5 കമ്പോണൻസ് എന്ന് പറയുന്നത്? ഫസ്റ്റ് എന്താണ്? പേയ്മെൻറ്റ് നടത്താനായിട്ട് അല്ലെങ്കിൽ ആ പേയ്മെൻറ്റ് പ്രോസസ്സിൽ മെയിനായിട്ട് 2 ആൾക്കാർ വേണം. ഒന്ന് കൊടുക്കുന്ന ആളും ഒന്ന് വാങ്ങിക്കുന്ന ആളും, അല്ലേ? സോ കസ്റ്റമറും സെല്ലറും. അടുത്ത് വേണ്ടതെന്ന് വെച്ചാൽ കസ്റ്റമേഴ്സ് ബാങ്ക് ആൻഡ് സെല്ലേഴ്സ് ബാങ്ക്. നമുക്ക് ഓൺലൈൻ ട്രാൻസാക്ഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നമുക്കൊരു ബാങ്ക് അക്കൗണ്ട് വേണം. സോ ഈ ഒരു പ്രോസസ്സിൽ എന്തും ഇൻക്ലൂഡ് ആവുന്നുണ്ട്? കസ്റ്റമറിൻ്റെ ബാങ്കും സെല്ലറിൻ്റെ ബാങ്കും. മറ്റൊരു കമ്പോണൻ്റ് എന്താണെന്ന് വെച്ചാൽ പേയ്മെൻറ്റ് ഗേറ്റ്വേ. അതായത് സെല്ലറിനും അതുപോലെ തന്നെ കസ്റ്റമറിനും അല്ലെങ്കിൽ സെല്ലേഴ്സ് ബാങ്കിനും കസ്റ്റമേഴ്സ് ബാങ്കിനും ഇടയ്ക്കൊരു ഇൻ്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ പേയ്മെൻറ്റ് ഗേറ്റ്വേ എന്ന് പറയുന്നത്. സോ പേയ്മെൻറ്റ് ഗേറ്റ്വേ ആണ് കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് നമ്മുടെ പേയ്മെൻറ്റ് റിക്വസ്റ്റൊക്കെ കളക്ട് ചെയ്ത് സെല്ലറിൻ്റെ കൊടുത്ത് സെല്ലറിൻ്റെ കയ്യിൽ നിന്ന് ഓതറൈസേഷൻ വാങ്ങിച്ചു ഒക്കെ ആ ഒരു പേയ്മെൻറ്റ് നടത്താൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് പേയ്മെൻറ്റ് ഗേറ്റ്വേ എന്ന് പറയുന്നത്. ഓക്കെ. സോ ഇങ്ങനെ 5 കമ്പോണൻസ് ആണ് ഒരു പേയ്മെൻറ്റ് സിസ്റ്റത്തിനുള്ളത്. ദ കമ്പോണൻസ് ഓഫ് പേയ്മെൻറ്റ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് കസ്റ്റമർ, കസ്റ്റമേഴ്സ് ബാങ്ക്, സെല്ലർ, സെല്ലേഴ്സ് ബാങ്ക് ആൻഡ് പേയ്മെൻറ്റ് ഗേറ്റ്വേ. ക്ലിയർ? സോ a payment gateway is an intermediary system that passes credit card data, authorization request and authorization response over the internet using encryption technology. അതായത് എൻക്രിപ്ഷൻ ടെക്നോളജി യൂസ് ചെയ്ത് നമ്മൾ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഒക്കെ നടക്കുമ്പോൾ അതിൻ്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് എല്ലാം എൻക്രിപ്റ്റഡ് ഫോർമാറ്റിലായിരിക്കും നെറ്റ് വഴി പോകുന്നത്. സോ എൻക്രിപ്ഷൻ ടെക്നോളജി യൂസ് ചെയ്ത് ഓതറൈസേഷൻ റിക്വസ്റ്റും അതുപോലെ തന്നെ ഓതറൈസേഷൻ റെസ്പോൺസും അതുപോലെ തന്നെ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഡേറ്റ നമ്മൾ സെല്ലറിൻ്റെ കസ്റ്റമറിനും ഇടയ്ക്ക് നടക്കുന്ന ട്രാൻസാക്ഷനിൽ വരുന്ന ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് ഡേറ്റ പാസ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് പേയ്മെൻറ്റ് ഗേറ്റ്വേ ആണ്. ക്ലിയർ? സോ ഒരു കസ്റ്റമറിനും സെല്ലറിനും ഇടയ്ക്ക് നമ്മളുടെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് പേയ്മെൻറ്റ് ഗേറ്റ്വേ എന്ന് പറയുന്നത്. സോ പേയ്മെൻറ്റ് ഗേറ്റ്വേ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ കാർഡ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പേയ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ അതിലെ ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്ത് അത് ബാങ്കിലേക്കും എന്താ പറയുന്നത് സെല്ലറിൻ്റെ അടുത്തേക്കും അല്ലെങ്കിൽ ഇത് നമ്മുടെ ബാങ്കിലേക്കും ഒക്കെ പാസ് ചെയ്യുകയും അതുപോലെ തന്നെ നമ്മുടെ ഓതറൈസേഷൻ റിക്വസ്റ്റ് പാസ് ചെയ്യുന്നു. അതിനനുസരിച്ചുള്ള റെസ്പോൺസ് പാസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പേയ്മെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്, അതിനെയൊക്കെ ഹാൻഡിൽ ചെയ്യുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പേയ്മെൻറ്റ് ഗേറ്റ്വേ ചെയ്യുന്നുണ്ട്. സോ ഇത്രയുമാണ് പേയ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ക്ലിയർ? സോ ജസ്റ്റ് ഇത്രയേ ഉള്ളൂ പേയ്മെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ. അതായത് കസ്റ്റമറിനും സെല്ലറിനും ഇടയ്ക്ക് പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻസ് ഓൺലൈനായിട്ടാണ് നടക്കുന്നതെങ്കിൽ നമുക്കതിനെ എന്തെന്ന് പറയാം? പേയ്മെൻറ്റ് എന്ന് പറയാം. ഒരു പേയ്മെൻറ്റ് നടക്കണം എന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു പേയ്മെൻറ്റ് പ്രോസസ്സ് നടക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് മെയിനായിട്ട് 5 കമ്പോണൻസ് ആണുള്ളത്. കസ്റ്റമർ, കസ്റ്റമേഴ്സ് ബാങ്ക്, സെല്ലർ, സെല്ലേഴ്സ് ബാങ്ക് ആൻഡ് പേയ്മെൻറ്റ് ഗേറ്റ്വേ. ക്ലിയർ ആയല്ലോ? അപ്പോൾ പേയ്മെൻറ്റ് ഗേറ്റ്വേ എന്ന് വെച്ചാൽ എന്താണ്? കസ്റ്റമറിനും സെല്ലറിനും അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ബാങ്കിനും സെല്ലേഴ്സ് ബാങ്കിനും ഇടയ്ക്കൊരു ഇൻ്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പേയ്മെൻറ്റ് ഗേറ്റ്വേ എന്ന് പറയുന്നത്. പേയ്മെൻറ്റ് ഗേറ്റ്വേയിൽ കൂടിയാണ് നമ്മൾ പാസ് ചെയ്യുന്ന എല്ലാ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ്റെ ഇൻഫർമേഷനും കടന്നു പോകുന്നത്. ക്ലിയർ? സോ ഇത്രയുമാണ് പേയ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ എന്തായിരിക്കും പേയ്മെൻറ്റ് സിസ്റ്റം ഇത്ര പോപ്പുലർ ആവാൻ കാരണം? അപ്പോൾ നൗവേഡേയ്സ് നമ്മൾ മിക്കവാറും ഇപ്പോൾ നമ്മളുടെ ഇന്നത്തെ സിറ്റുവേഷനിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നതാണ് പേയ്മെൻറ്റ് സിസ്റ്റം, അല്ലേ? ഒരു അതായത്
ഒരു ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടോ ബില്ല് അടയ്ക്കുന്നതിന് വേണ്ടിയിട്ടോ ഇല്ലേ പോളിസീസ് അടയ്ക്കുന്നതിന് വേണ്ടിയിട്ടോ അങ്ങനെ ഏതൊരു കാര്യത്തിന് നമ്മൾ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്ന ഒന്നാണ് ഇ പേയ്മെൻറ്റ് സിസ്റ്റം അല്ലെങ്കിൽ ഇ പേയ്മെൻറ്റ് മെത്തേഡ്സ്. സോ അപ്പോൾ എന്തായിരിക്കാം ഈ പേയ്മെൻറ്റ് മെത്തേഡ്സ് ഇത്രയും പോപ്പുലർ ആവാൻ കാരണം? ഒന്നെന്ന് പറയുന്നത് ഓൺലൈൻ ട്രാൻസാക്ഷൻ ഇപ്പോൾ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓൺലൈൻ ട്രാൻസാക്ഷൻ അതുപോലെ തന്നെ ഓൺലൈൻ ഷോപ്പിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ചെയ്തതോടുകൂടി എന്താണ് ഈ പേയ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ പോപ്പുലാരിറ്റി കൂടി അല്ലേ. നെക്സ്റ്റ് എന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് ഓപ്പറേഷണൽ കോസ്റ്റ്. അതായത് സപ്പോസ് നമ്മളൊരു പേയ്മെൻറ്റിന് വേണ്ടിയിട്ട് ചെക്കൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ചെക്ക് ബാങ്കിൽ കൊടുത്ത് മാറുമ്പോൾ നമ്മൾ അതിനൊരു കമ്മീഷനൊക്കെ കൊടുക്കേണ്ടി വരും. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഇത്ര എമൗണ്ടിൽ കൂടുതൽ നമ്മൾ ഒരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിന് ഒരു എമൗണ്ട് നമ്മൾ ഫീ ആയിട്ട് കൊടുക്കേണ്ടി വരും. സോ ഇങ്ങനെയുള്ള അഡീഷണൽ കോസ്റ്റൊക്കെ നമുക്ക് ഈ പേയ്മെൻറ്റ് മെത്തേഡ് വഴി റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിക്രീസിങ് ടെക്നോളജി കോസ്റ്റ്. അതായത് ടെക്നോളജിയുടെ കോസ്റ്റ് ഡേ ടു ഡേ ഇപ്പം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പേയ്മെൻറ്റ് സിസ്റ്റം ഒക്കെ വന്ന ടൈമിൽ ഇതിൻ്റെ കോസ്റ്റ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് കോസ്റ്റ്ലി ആയിരുന്നു. പക്ഷേ നവഡേയ്സ് എന്താണ് അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ ഈ പേയ്മെൻറ്റ് സിസ്റ്റം ഒരുപാട് പോപ്പുലറായി. ഓക്കെ, സോ നമുക്ക് നോക്കാം വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇ പേയ്മെൻറ്റ് സിസ്റ്റം. ഇ പേയ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? അതായത് ഇ പേയ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണോ അതൊക്കെ തന്നെയാണ് ഇ പേയ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് എന്നും പറയുന്നത്. അത് നമ്മൾ ഇനി പറയുന്നുണ്ട് അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന്. അതിനുവേണ്ടി നമുക്ക് ജസ്റ്റ് നോക്കാം ഇമ്പോർട്ടൻസ് ഓഫ് ഇ പേയ്മെൻറ്റ് സിസ്റ്റം എന്തൊക്കെയാണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് ലോവർ ട്രാൻസാക്ഷൻ കോസ്റ്റ്. അതായത് നമ്മൾ ഒരു ബില്ല് പേയ്മെൻറ്റിന് വേണ്ടിയിട്ടാണെങ്കിലും ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടായാലും അല്ലെങ്കിൽ ട്രാൻസാക്ഷന് വേണ്ടിയിട്ടായാലും ഒക്കെ ഓൺലൈൻ ഇ പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ അതിന് വരുന്ന ട്രാൻസാക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. നെക്സ്റ്റ് വൺ വെറൈറ്റി ഓഫ് ഇ പേയ്മെൻറ്റ് മെത്തേഡ് അല്ലെങ്കിൽ ഇ പേയ്മെൻറ്റ് ഓപ്ഷൻസ്. നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് നമുക്ക് ഏത് ഓൺലൈൻ പേയ്മെൻറ്റ് മെത്തേഡ് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്യാം, ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാം, നെറ്റ് ബാങ്കിങ് യൂസ് ചെയ്യാം, EMI ഫെസിലിറ്റി ഉണ്ട്. സോ ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇ പേയ്മെൻറ്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നെക്സ്റ്റ് മേക്ക് പേയ്മെൻറ്റ് എനി ടൈം എനിവെയർ. അപ്പോൾ ഒരു പർട്ടിക്കുലർ ബാങ്കിങ് അവറിലല്ലാതെ ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരാൾക്കൊരു പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം. അത് ട്രഡീഷണൽ രീതിയിലാണെങ്കിൽ ബാങ്കിൽ പോയി ആ ബാങ്കിങ് അവറിൽ മാത്രമേ സാധിക്കുമായിരുന്നുള്ളൂ. അല്ലെങ്കിൽ നമുക്കൊരു ബില്ല് ഓൺലൈൻ അടയ്ക്കണം. അപ്പോൾ അതൊക്കെ ആ ഒരു ബിസിനസ് അവറിൽ അല്ലെങ്കിൽ ബാങ്കിങ് അവറിൽ മാത്രമേ പറ്റുമായിരുന്നുള്ളൂ. ബട്ട് ഈ പേയ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ വരവോടുകൂടി അല്ലെങ്കിൽ അത് പോപ്പുലറായത് കൂടി എന്താണ് നമുക്ക് ഏത് ടൈമിൽ എപ്പോൾ വേണമെങ്കിലും പേയ്മെൻറ്റ് നടത്താനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ഇൻക്രീസ്ഡ് ഇ കൊമേഴ്സ് ട്രാൻസാക്ഷൻ. നവഡേയ്സ് എന്താണ് ഒരുപാട് ഇ കൊമേഴ്സ് ട്രാൻസാക്ഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ ഷോപ്പിംഗ് ഒക്കെ ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ ഈ പേയ്മെൻറ്റും അതിനനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് കൺവീനിയൻറ്റ്. കൺവീനിയൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കസ്റ്റമറിന് അല്ലെങ്കിൽ ഒരു ബിസിനസ്സിന് ഒക്കെ കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിൽ അവരുടെ ടൈമിനനുസരിച്ച് അവരുടെ സൗകര്യത്തിനനുസരിച്ച് പേയ്മെൻറ്റ് നടത്താനായിട്ട് സാധിക്കുന്നു. സോ ഇതൊക്കെയാണ് ഈ പേയ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ലോവർ ട്രാൻസാക്ഷൻ കോസ്റ്റ്, വെറൈറ്റി ഓഫ് ഇ പേയ്മെൻറ്റ് ഓപ്ഷൻ, മേക്ക് പേയ്മെൻറ്റ് എനി ടൈം എനിവെയർ, ഇൻക്രീസ്ഡ് ഇ കൊമേഴ്സ് ട്രാൻസാക്ഷൻ ആൻഡ് കൺവീനിയൻറ്റ്. ക്ലിയർ? നെക്സ്റ്റ് ഇ പേയ്മെൻറ്റ് റിക്വയർമെൻറ്റ്സ്. സോ ഒരു ഇ പേയ്മെൻറ്റ് സിസ്റ്റം നമുക്ക് നമ്മുടെ ബിസിനസ്സിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് റിക്വയർമെൻറ്റ്സ് ഉണ്ട് അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്കൊരു ഇ പേയ്മെൻറ്റ് സിസ്റ്റം നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ നമുക്ക് നോക്കാം വാട്ട് ആർ ദ റിക്വയർമെൻറ്റ്സ് ഓഫ് ഇ പേയ്മെൻറ്റ് സിസ്റ്റം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സെക്യൂരിറ്റി. സോ നമ്മളൊരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഒരു ഓൺലൈൻ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നമ്മളുടെ ബിസിനസ്സിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മസ്റ്റായിട്ടും അതിൻ്റെ സെക്യൂരിറ്റി എൻഷുർ ചെയ്തിരിക്കണം. അതായത് കസ്റ്റമറിനും ബിസിനസ്സിനും ഇടയ്ക്കുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസൊക്കെ സെക്യൂർ ആണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തിയിരിക്കണം. അപ്പോൾ അതിനുള്ള മെഷേഴ്സ് സ്വീകരിച്ചതിന് ശേഷം മാത്രമേ നമ്മളൊരു ഇ പേയ്മെൻറ്റ് സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് റിലയബിലിറ്റി എന്താണെന്ന് വെച്ചാൽ ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ മസ്റ്റ് ബി റിലയബിൾ. അതായത്
ഒരു ട്രാൻസാക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയ്ക്ക് ഒരു ട്രബിളും വരാതെ സ്മൂത്തായിട്ട് ആ ട്രാൻസാക്ഷൻ സക്സസ്ഫുള്ളായിട്ട് നടക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കണം. ഓക്കെ, അതായത് നമ്മുടെ ട്രാൻസാക്ഷൻ ഫെയിൽ ആവാനോ അല്ലെങ്കിൽ അത് ഹാങ് ആവാനോ ഒന്നും പാടില്ല. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ എൻഷുർ ചെയ്തിരിക്കണം. അതാണ് റിലയബിലിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, പ്രൈവസി മീൻസ് അതായത് നമ്മളുടെ ഒരു ബിസിനസ്സിൽ കസ്റ്റമറുമായിട്ടുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അത് പ്രൈവസി എൻഷുർ ചെയ്തിരിക്കണം. അതായത് നമ്മുടെ കസ്റ്റമറും ബിസിനസ്സും തമ്മിൽ എന്ത് ട്രാൻസാക്ഷനാണ് നടന്നിരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ സെൻസിറ്റീവായിട്ടുള്ള ഇൻഫർമേഷൻ ഇതൊക്കെ നമ്മൾ പ്രൈവറ്റായിട്ട് സൂക്ഷിക്കണം. ഒരു തേർഡ് പാർട്ടിക്ക്, ബിസിനസ്സും കസ്റ്റമറും അല്ലാതെ മറ്റൊരാൾക്ക് ആ ഒരു കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്ത് കൊടുക്കാനായിട്ട് പാടില്ല, അല്ലെങ്കിൽ ഡിസ്ക്ലോസ്ഡ് ആവാൻ പാടില്ല. സോ ആ ഒരു കാര്യം നമ്മൾ എൻഷുർ ചെയ്തിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ നമ്മളൊരു ബിസിനസ്സിൽ നിന്ന് എന്ത് സർവീസാണ് അവൈലാക്കിയിരിക്കുന്നത്, അതുപോലെ തന്നെ എന്ത് പ്രോഡക്റ്റാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്, ഏത് രീതിയിലാണ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടത്തിയിരിക്കുന്നത്, എത്ര എമൗണ്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഡിസ്ക്ലോസ്ഡ് ആവാതെ ശ്രദ്ധിക്കണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് അറ്റോമിസിറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കസ്റ്റമറുടെ ഐഡൻറ്റിറ്റി എപ്പോഴും നമ്മൾ പ്രൈവറ്റായിട്ട് കീപ്പ് ചെയ്യണം, സീക്രട്ടായിട്ട് കീപ്പ് ചെയ്യണം. അതും എന്ത് ചെയ്യാൻ പാടില്ല, ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട് പാടില്ല. സോ ഈ ഒരു കാര്യം എൻഷുർ ചെയ്യണം. അതിനാണ് നമ്മൾ അറ്റോമിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മളുടെ ഒരാളുടെ അല്ലെങ്കിൽ നമ്മളുടെ കസ്റ്റമറുടെ അല്ലെങ്കിൽ നമ്മുടെ പാർട്ടിസിപ്പൻസിൻ്റെ ഒക്കെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. നെക്സ്റ്റ്, ഇൻറ്റഗ്രിറ്റി എന്താണെന്ന് വെച്ചാൽ ഒരു ബിസിനസ്സും ഒരു കസ്റ്റമറും തമ്മിൽ ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അതിൽ നിന്നും എന്ത് ചെയ്യാൻ പാടില്ല, ഗോ ബാക്ക് ചെയ്യാനായിട്ട് പാടില്ല, അല്ലെങ്കിൽ പിന്മാറാനായിട്ട് പാടില്ല. ഒരു ട്രാൻസാക്ഷൻ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. സോ ആ ഒരു കാര്യം നമ്മൾ കൺസിഡർ ചെയ്തിരിക്കണം. അതിനാണ് ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒതൻറ്റിക്കേറ്റർ എന്താണെന്ന് വെച്ചാൽ ഒരു കസ്റ്റമറിന് സെല്ലറിനെയും അതുപോലെ തന്നെ സെല്ലറിന് കസ്റ്റമറിനെയും ഒതൻറ്റിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. അതായത് ഒരു കസ്റ്റമറിന് അറിയാൻ പറ്റണം നമ്മളുടെ സെല്ലർ എന്ന് പറയുന്നത് ട്രസ്റ്റഡ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്സ്, അതുപോലെ തന്നെ എന്താണ് അതിൻ്റെ ഹിസ്റ്ററി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിയാനായിട്ടും ഒക്കെ സാധിക്കണം. അതുപോലെ തന്നെ ഒരു സെല്ലറിന് അറിയാനായിട്ട് സാധിക്കണം എന്താണ് ഒതൻറ്റിക്കേറ്റഡ് ആയിട്ടുള്ള കസ്റ്റമറാണ് ഈ ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യണം. സോ അതാണ് ഒതൻറ്റിക്കേറ്റ് എന്ന് പറയണം. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ OTP മെത്തേഡൊക്കെ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ഡെബിറ്റ് കാർഡ് നമ്മൾ പേയ്മെൻറ്റിന് വേണ്ടിയിട്ട് പ്രസൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ OTP ചോദിക്കും. സോ നമ്മൾ ഈ OTP നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്, ഒതൻറ്റിക്കേറ്റ് കസ്റ്റമറാണ് ഈ ഒരു കാർഡ് യൂസ് ചെയ്യുന്നത്. സോ ഇത് എൻഷുർ ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി ഇതിനകത്ത് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് റിവേഴ്സിബിൾ എന്താണെന്ന് വെച്ചാൽ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നതിനിടയിൽ, ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടക്കുന്നതിനിടയിൽ എന്തെങ്കിലും എറേഴ്സ് വന്നാൽ അല്ലെങ്കിൽ അത് ഫെയിലായി പോയി കഴിഞ്ഞാൽ കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്നും എന്തെങ്കിലും എമൗണ്ട് ഡിഡക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ തിരിച്ച് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരണം. അതിനുള്ളൊരു ഫെസിലിറ്റി നമ്മൾ മസ്റ്റായിട്ടും എൻഷുർ ചെയ്തിരിക്കണം. സോ അതാണ് റിവേഴ്സിബിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്റ്റാൻഡർഡൈസ് എന്ന് പറഞ്ഞാൽ ഏതൊരു കമ്പ്യൂട്ടിംഗ് പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടും ഒരു പേയ്മെൻറ്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടത്താനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ടായിരിക്കണം. സോ ആ ഒരു കാര്യം നമ്മൾ മസ്റ്റായിട്ടും എൻഷുർ ചെയ്തിരിക്കണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് എക്കണോമിക്കൽ എന്താണെന്ന് വെച്ചാൽ ഓരോ ട്രാൻസാക്ഷൻ്റെയും ട്രാൻസാക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും മിനിമലായിട്ടുള്ള രീതിയിലായിരിക്കണം. സോ അതും ഒരു ബിസിനസ് മസ്റ്റായിട്ടും എൻഷുർ ചെയ്തിരിക്കണം. ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ സ്കേലബിലിറ്റി അല്ലെങ്കിൽ സ്കേലബിൾ എന്ന് വെച്ചാൽ അറ്റ് എ ടൈം മോർ ദാൻ 1 or 2 കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യണം, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടക്കാനുള്ളൊരു ഫെസിലിറ്റി ഉണ്ടായിരിക്കണം. ഒന്നിലധികം ആൾക്കാർക്ക് ഒരേ ടൈമിൽ
നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടത്താനുള്ളൊരു ഫെസിലിറ്റി നമ്മൾ എൻഷുർ ചെയ്തിരിക്കണം. അതിനാണ് സ്കേലബിൾ എന്ന് പറയുന്നത്. സോ ഇത്രയുമാണ് ഈ പേയ്മെൻറ്റ് റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത്. സെക്യൂരിറ്റി, റിലയബിലിറ്റി, പ്രൈവസി, അറ്റോമിസിറ്റി, ഇൻറ്റഗ്രിറ്റി, ഒതൻറ്റിക്കേറ്റ്, റിവേഴ്സിബിൾ, സ്റ്റാൻഡർഡൈസ്ഡ്, എക്കണോമിക്കൽ ആൻഡ് സ്കേലബിൾ. ക്ലിയർ? സോ ഇത്രയും കാര്യങ്ങൾ എൻഷുർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു ഇ പേയ്മെൻറ്റ് സിസ്റ്റം നമ്മളുടെ ബിസിനസ്സിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കൂ. ഓക്കെ, സോ നെക്സ്റ്റ് നോക്കാം നമുക്കിതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. ഫസ്റ്റ് വൺ, ബെനിഫിറ്റ്സ് ഓഫ് ഇ പേയ്മെൻറ്റ് സിസ്റ്റം അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ഓഫ് ഇ പേയ്മെൻറ്റ് സിസ്റ്റം. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇ പേയ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഇമ്പോർട്ടൻസ്, അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ്, സ്പീഡ് ആൻഡ് കൺവീനിയൻറ്റ്. നമ്മളുടെ കൺവീനിയൻസ് അനുസരിച്ച് ഏത് ടൈമിലും എപ്പോൾ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പേയ്മെൻറ്റ് നടത്താനായിട്ട് പറ്റും. അതുപോലെ തന്നെ ട്രാൻസാക്ഷൻ സ്പീഡ് കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സേഫ്റ്റി. അപ്പോൾ ഒരു ഇ പേയ്മെൻറ്റ് സിസ്റ്റം സേഫ്റ്റി എൻഷുർ ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ OTP അതുമല്ലെന്നുണ്ടെങ്കിൽ അതുപോലെയുള്ള ഒതൻറ്റിക്കേഷൻ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് സേഫ്റ്റി എൻഷുർ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, അക്സെപ്റ്റ് ഓൺലൈൻ പേയ്മെൻറ്റ്സ്. നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റ്സ് ഏത് ടൈമിലും എപ്പോൾ വേണമെങ്കിലും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കട്ട് കോസ്റ്റ്, അതായത് ട്രാൻസാക്ഷൻ കോസ്റ്റ് കമ്പാരിറ്റീവ്ലി കുറവാണ് ഇതിനകത്ത് ഈ പേയ്മെൻറ്റ് സിസ്റ്റത്തിൽ. നെക്സ്റ്റ് എന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് ലേറ്റ് പേയ്മെൻറ്റ്. സോ ലേറ്റ് പേയ്മെൻ്റ് ഒക്കെ നമുക്ക് ഒരുപാട് ഒഴിവാക്കാനായിട്ട് സാധിക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ റെക്കറിങ് ബിൽസൊക്കെ കാണും അല്ലേ. അപ്പോൾ നമ്മൾ മന്ത്ലി പേ ചെയ്യുന്ന ബിൽസൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടുമായിട്ട് നമ്മളത് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് എമൗണ്ട് ഡിഡക്റ്റ് ആയിക്കോളും. സോ ലേറ്റ് പേയ്മെൻ്റ് ഒക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ്, എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി. അതായത് നമ്മുടെ എൻവയോൺമെൻറ്റിന് ഹാംഫുൾ ആയിട്ടുള്ള രീതിയിലൊന്നും നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. സോ എന്താണ് ഈ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് എക്കോ ഫ്രണ്ട്ലി ആണ്. സോ ഇത്രയുമാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ഓർ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? സ്പീഡ് ആൻഡ് കൺവീനിയൻറ്റ്, സേഫ്റ്റി, accept online payments, cut cost, reduce late payment and environment friendly. Okay, next, limitations of e-payment system. E-payment system limitations എന്തൊക്കെയാണെന്ന്. ഫസ്റ്റ് വൺ, ലാക്ക് ഓഫ് സെക്യൂരിറ്റി. എന്താണ് ലാക്ക് ഓഫ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ, ഇൻ കേസ് നമ്മളുടെ കാർഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ പിൻ നമ്പറൊക്കെ വേറൊരാൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അത് മിസ്യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓൺലൈൻ ട്രാൻസാക്ഷൻ ആണെങ്കിൽ, ഇൻ്റർനെറ്റ് ബാങ്കിങ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഹാക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ സെക്യൂരിറ്റി ഇഷ്യൂസ് വരാം. നെക്സ്റ്റ്, ലാക്ക് ഓഫ് ആപ്ലിക്കബിലിറ്റി. സോ ലാക്ക് ഓഫ് ആപ്ലിക്കബിലിറ്റി എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ എല്ലാ ഫീൽഡിലും എല്ലാ മേഖലയിലും ഇത് ഈ പേയ്മെൻറ്റ് സിസ്റ്റം ആപ്ലിക്കബിൾ ആകണം എന്നില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇൻ്റർനെറ്റ് ഫെസിലിറ്റി ഒക്കെ ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെയൊന്നും നമുക്ക് ഈ പേയ്മെൻറ്റ് സിസ്റ്റം ആപ്ലിക്കബിൾ ആവണമെന്നില്ല. നെക്സ്റ്റ്, ഹൈ യൂസേജ് കോസ്റ്റ്. ഹൈ യൂസേജ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ, സോ ഇത് നമ്മളീ പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരു പേപ്പർ മണി കൊടുത്തൊരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിന് പകരം നമുക്ക് ഇതൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻ്റർനെറ്റ് വേണം, മൊബൈൽ ഫോൺ വേണം, അങ്ങനെയുള്ള ടെക്നോളജീസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ കോസ്റ്റ്, ഇനിഷ്യൽ കോസ്റ്റ് എന്ന് വെച്ചാൽ ചിലപ്പോൾ കുറച്ച് ഹൈ ആയിരിക്കാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ലാക്ക് ഓഫ് എഫിഷ്യൻസി. ഇത് എല്ലാ ടൈമിലും ഈ പേയ്മെൻ്റ് എന്ന് പറയുന്നത് എഫിഷ്യൻ്റ് ആവണം എന്നില്ല. ചിലപ്പോൾ സോഫ്റ്റ്വെയറിൻ്റെ നെറ്റ്വർക്കിൻ്റെ പ്രോബ്ലംസൊക്കെ കൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലും എറേഴ്സോ ഫെയിലറോ ഒക്കെ വരാം. സോ ഇത് അത്രത്തോളം എഫിഷ്യൻ്റ് ആണെന്ന് നമുക്ക് പറയാനായിട്ടും സാധിക്കില്ല. സോ ഇത്രയുമാണ് ഈ പേയ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇ പേയ്മെൻറ്റ് സിസ്റ്റം. ഈ പേയ്മെൻറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഡിഫറെൻറ്റ് രീതിയിൽ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും ഓൺലൈനായിട്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് കാർഡ് യൂസ് ചെയ്യാം, ഇൻ്റർനെറ്റ് ബാങ്കിങ് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ഇലക്ട്രോണിക് ചെക്ക്, നമ്മളുടെ ഒരു പേപ്പർ ചെക്ക് കൊടുത്ത് ട്രാൻസാക്ഷൻ നടത്തുന്ന പോലെ തന്നെ ഇലക്ട്രോണിക് ചെക്ക് നമുക്ക് യൂസ് ചെയ്യാം. സോ അങ്ങനെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഡെബിറ്റ് കാർഡ്. ഓക്കെ, അപ്പോൾ ഡെബിറ്റ് കാർഡൊക്കെ നിങ്ങൾക്ക് മിക്കവാർക്കും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഡെബിറ്റ് കാർഡ് എന്താണ് നമ്മുടെ സാധാ ATM കാർഡ് അല്ലേ. നമുക്ക് ഒരു ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ട്, ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. ആ അക്കൗണ്ടിന് നമ്മളുടെ ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന റെക്റ്റാങ്കുലർ ഷേപ്പിലെ കാർഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്,
ഡെബിറ്റ് കാർഡ് എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ. എ ഡെബിറ്റ് കാർഡ് ഈസ് എ റെക്ടാങ്കുലർ ഷേപ്പ് പ്ലാസ്റ്റിക് പേയ്മെൻറ്റ് കാർഡ് എംബഡഡ് വിത്ത് എ മാഗ്നറ്റിക് സ്ട്രിപ്പ് ഇഷ്യൂഡ് ബൈ എ ബാങ്ക്. അതായത് ഒരു ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന മാഗ്നറ്റിക് സ്ട്രിപ്പുള്ള റെക്ടാങ്കുലർ ഷേപ്പ് പ്ലാസ്റ്റിക് പേയ്മെൻറ്റ് കാർഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡെബിറ്റ് കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഉള്ള കാർഡുകൾ, ലേറ്റസ്റ്റായിട്ട് നമുക്കിപ്പോൾ കിട്ടുന്ന കാർഡിലൊക്കെ ഈ മാഗ്നറ്റിക് സ്ട്രിപ്പിൻ്റെ കൂടെ തന്നെ എന്തും കാണും? ഒരു മാഗ്നറ്റിക് ചിപ്പ് കാണും. അപ്പോൾ അത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആ കാർഡിലെ ഡേറ്റ ഒക്കെ പ്രോസസ്സ് ചെയ്യുന്നത്. ക്ലിയർ? സോ ഡെബിറ്റ് കാർഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു റെക്ടാങ്കുലർ ഷേപ്പ് പ്ലാസ്റ്റിക് പേയ്മെൻറ്റ് കാർഡാണ് എംബഡഡ് വിത്ത് എ മാഗ്നറ്റിക് ചിപ്പ് അല്ലെങ്കിൽ മാഗ്നറ്റിക് സ്ട്രിപ്പ് ഒക്കെ ഉള്ളൊരു റെക്ടാങ്കുലർ ഷേപ്പ് കാർഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡെബിറ്റ് കാർഡ് എന്ന് പറയുന്നത്. സോ ഡെബിറ്റ് കാർഡ് അലൗസ് പർച്ചേസ് ബേസ്ഡ് ഓൺ അവൈലബിൾ ഫണ്ട് ഇൻ ദ അക്കൗണ്ട് ടു ബി ഡിഡക്റ്റഡ് ഇമ്മീഡിയറ്റ്ലി. സോ നമുക്ക് ഈ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യണം അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് നടത്തണം, ട്രാൻസാക്ഷൻ നടത്തണം എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നമ്മുടെ അക്കൗണ്ടിൽ സഫിഷ്യൻറ്റ് ബാലൻസ് ഉണ്ടായിരിക്കണം. ഈ സഫിഷ്യൻറ്റ് ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡെബിറ്റ് കാർഡ് വെച്ച് പർച്ചേസ് ചെയ്യാനോ ഷോപ്പിംഗ് ചെയ്യാനോ ഒക്കെ ആയിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ. സോ ഒരു ഡെബിറ്റ് കാർഡിൽ മെയിനായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ 16 ഡിജിറ്റ് യൂണീക്ക് കാർഡ് നമ്പർ. ഏതൊരു ഡെബിറ്റ് കാർഡിനും ഒരു യൂണീക്ക് നമ്പറുണ്ട്, 16 ഡിജിറ്റുള്ള യൂണീക്ക് നമ്പറുണ്ട്. സോ ഈ ഒരു നമ്പർ എല്ലാ ഡെബിറ്റ് കാർഡിലും കാണും. അതുപോലെ തന്നെ ആ കാർഡ് ഇഷ്യൂ ചെയ്ത ഡേറ്റ്, അതിൻ്റെ എക്സ്പിറേഷൻ ഡേറ്റ്, അതുപോലെ തന്നെ കാർഡ് ഹോൾഡറിൻ്റെ നെയിം, ഇഷ്യൂ ചെയ്യുന്ന ബാങ്കിൻ്റെ നെയിം, കാർഡ് ലോഗോ, മാഗ്നറ്റിക് സ്ട്രിപ്പ്, ബാക്ക് സൈഡിൽ 3 ഡിജിറ്റ് CVV നമ്പർ, അതായത് കാർഡ് വെരിഫിക്കേഷൻ വാല്യൂ, സിഗ്നേച്ചർ ബാർ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഒരു ഡെബിറ്റ് കാർഡിന് ഉണ്ടായിരിക്കും. ക്ലിയർ? സോ ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഡെബിറ്റ് കാർഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പേയ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു പേയ്മെൻറ്റ് കാർഡാണ്. റെക്ടാങ്കുലർ ഷേപ്പ് പേയ്മെൻറ്റ് കാർഡിനെയാണ് ഡെബിറ്റ് കാർഡ് എന്ന് പറയുന്നത്. നമ്മുടെ അക്കൗണ്ടിൽ സഫിഷ്യൻറ്റ് ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഡെബിറ്റ് കാർഡിന് മെയിനായിട്ട് കുറച്ച് കമ്പോണൻസ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒരു 16 ഡിജിറ്റ് യൂണീക്ക് കാർഡ് നമ്പർ, അതുപോലെ തന്നെ ആ കാർഡ് ഹോൾഡറിൻ്റെ നെയിം, അത് ഇഷ്യൂ ചെയ്ത ഡേറ്റ്, എക്സ്പിറേഷൻ ഡേറ്റ്, കാർഡ് ലോഗോ, ബാങ്കിൻ്റെ നെയിം, അതുപോലെ തന്നെ മാഗ്നറ്റിക് സ്ട്രിപ്പ്, 3 ഡിജിറ്റ് CVV നമ്പർ, സിഗ്നേച്ചർ ബാർ, ഇങ്ങനെ കുറച്ച് കമ്പോണൻസ് ഒരു ഡെബിറ്റ് കാർഡിന് ഉണ്ടാവും. ക്ലിയർ? നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഡെബിറ്റ് കാർഡ്. ഡെബിറ്റ് കാർഡിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. ഫസ്റ്റ് എന്ന് പറയുന്നത് റെഡിലി അക്സെപ്റ്റഡ്. അതായത് നമ്മൾ ക്യാഷൊന്നും നമ്മുടെ കയ്യിൽ കൊണ്ടു നടക്കേണ്ട കാര്യമില്ല. പകരം ഈ ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്ത് നമുക്ക് ഏത് ടൈമിലും എപ്പോൾ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഷോപ്പിംഗ് ചെയ്യാനായിട്ട് സാധിക്കും. സോ റെഡിലി അക്സെപ്റ്റബിൾ, കൺവീനിയൻറ്റ്. നമുക്ക് ഈ പറഞ്ഞതിൻ്റെ തൊട്ട് പേപ്പർ മണി ക്യാരി ചെയ്യേണ്ട കാര്യമില്ല. ഏത് ടൈമിലും നമുക്ക് നമ്മളുടെ കൺവീനിയൻസ് അനുസരിച്ച് നമുക്ക് ഈ ഒരു കാർഡ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം, ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം, ബിൽ പേയ്മെൻറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. നെക്സ്റ്റ് ഈസി ടു ഒബ്റ്റെയിൻ. ഈ ഒരു കാർഡ് കിട്ടുന്നതിന്, ഒരു ഡെബിറ്റ് കാർഡ് കിട്ടുന്നതിന് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. അത് വളരെ ഈസിയാണ്. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഡിസഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ചാൽ ലെസ് പ്രൊട്ടക്ഷൻ കുറച്ച് കുറവാണ്. അതായത് ഇതിൻ്റെ പിൻ നമ്പറൊക്കെ ഒരു ആൾക്ക് അറിഞ്ഞാൽ നമ്മളറിയാതെ തന്നെ ഈ കാർഡ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് സഫിഷ്യൻറ്റ് അക്കൗണ്ട് ബാലൻസ് നീഡഡ്. അതായത് നമ്മളുടെ അക്കൗണ്ടിൽ സഫിഷ്യൻറ്റ് ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്യാനായിട്ട് പറ്റൂ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ ഇത്രയുമാണ് ഡെബിറ്റ് കാർഡ് എന്താണ്, ഡെബിറ്റ് കാർഡിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. ഓക്കെ. സോ ഡെബിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പേയ്മെൻറ്റ് മെത്തേഡാണ്. അതായത് ഡെബിറ്റ് കാർഡ് എന്ന് പറയുന്നത് ഒരു റെക്ടാങ്കുലർ ഷേപ്പ് പ്ലാസ്റ്റിക് പേയ്മെൻറ്റ് കാർഡാണ്. ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ കാണും? ആ കാർഡ് ഹോൾഡർ ആരാണോ അയാളുടെ നെയിം, ഒരു 16 ഡിജിറ്റ് യൂണീക്ക് കാർഡ് നമ്പർ, 3 ഡിജിറ്റ് CVV നമ്പർ, കാർഡ് ഇഷ്യൂ ചെയ്ത ഡേറ്റ്, അതിൻ്റെ എക്സ്പയറി ഡേറ്റ്, കാർഡ് ഇഷ്യൂ ചെയ്ത ബാങ്കിൻ്റെ നെയിം, കാർഡിൻ്റെ ലോഗോ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഒരു ഡെബിറ്റ് കാർഡിലുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ അക്കൗണ്ടിൽ സഫിഷ്യൻറ്റ് ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതല്ലെങ്കിൽ നമുക്ക് ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. പിന്നെ ഇത് ക്യാരി ചെയ്ത് കൊണ്ടു നടക്കാൻ എളുപ്പമാണ്, ഇത് ഒബ്റ്റെയിൻ ചെയ്യാൻ എളുപ്പമാണ്. അല്ലേ? നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് ഏത് ടൈമിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്യാം. സോ ഇതൊക്കെയാണ് ഒരു ഡെബിറ്റ് കാർഡിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്.
നെക്സ്റ്റ് ക്രെഡിറ്റ് കാർഡ്. സോ എന്താണ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്? സിമിലർ നമ്മുടെ ഡെബിറ്റ് കാർഡിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ്, അല്ലെങ്കിൽ അതേപോലെ അതേ കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് തന്നെ നമുക്ക് ക്രെഡിറ്റ് കാർഡും യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഡെബിറ്റ് കാർഡ് ഇരിക്കുന്ന പോലെ തന്നെയാണ് ക്രെഡിറ്റ് കാർഡും ഉള്ളത്. സോ ഒരു ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് എന്താണ്? ഇതും ഒരു റെക്ടാങ്കുലർ ഷേപ്പ് പ്ലാസ്റ്റിക് പേയ്മെൻറ്റ് കാർഡാണ് വിത്ത് എംബഡഡ് മാഗ്നറ്റിക് സ്ട്രിപ്പ് ഇഷ്യൂഡ് ബൈ എ ബാങ്ക്. ഒരു ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന മാഗ്നറ്റിക് സ്ട്രിപ്പുള്ള അല്ലേ, അല്ലെങ്കിൽ മാഗ്നറ്റിക് ചിപ്പുള്ള ഒരു റെക്ടാങ്കുലർ ഷേപ്പ് പ്ലാസ്റ്റിക് പേയ്മെൻറ്റ് കാർഡിനെയാണ് നമ്മൾ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. പക്ഷേ ഡെബിറ്റ് കാർഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ക്രെഡിറ്റ് കാർഡിന് ഒരു ഡിഫറൻസ് ഉണ്ട്. ഡെബിറ്റ് കാർഡിൽ നമ്മൾ അക്കൗണ്ടിൽ സഫിഷ്യൻറ്റ് ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ആ കാർഡ് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബട്ട് ക്രെഡിറ്റ് കാർഡിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ സഫിഷ്യൻറ്റ് ബാലൻസ് വേണമെന്നില്ല. അല്ലാതെ തന്നെയും അപ് ടു എ ലിമിറ്റ്, ഒരു ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ലിമിറ്റ് വരെയുള്ള എമൗണ്ട് ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ അക്കൗണ്ടിൽ ബാലൻസ് വേണമെന്നില്ല. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത് ബാങ്ക് പറയുന്ന ഒരു ലിമിറ്റ് വരെയുള്ള എമൗണ്ട് നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് എത്രയാണോ അത്രയും എമൗണ്ട് ബാങ്ക് പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്താൽ മതി, അതിന് റീപേ ചെയ്താൽ മതിയാവും. ഇൻ കേസ് നമുക്ക് ആ ഒരു ബാങ്ക് പറയുന്ന ടൈമിനുള്ളിൽ അത് പേയ്മെൻറ്റ് നടത്താനായിട്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, റിട്ടേൺ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതിൻ്റെ മേളിൽ ബാങ്ക് ഒരു ഇൻട്രസ്റ്റ് അപ്ലൈ ചെയ്യും. സോ ഇൻട്രസ്റ്റും കൂടെ ചേർത്ത് നമ്മൾ ബാങ്കിലേക്ക് ഈ എമൗണ്ട് തിരിച്ചടയ്ക്കണം. അതായത് നമ്മളൊരു ബാങ്കിൽ നിന്നൊരു ലോൺ എടുക്കുന്ന പോലെ ചെറിയ പലിശയ്ക്ക്, പക്ഷേ നമ്മൾ ബാങ്കിൽ നിന്നൊരു ലോൺ എടുക്കുന്നതിനെക്കാട്ടിൽ കുറച്ചും കൂടെ ഇൻട്രസ്റ്റ് കുറഞ്ഞ രീതിയിൽ നമ്മളൊരു ലോൺ എടുക്കുന്ന പോലെ നമുക്ക് ഈ കാർഡ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ അക്കൗണ്ടിൽ സഫിഷ്യൻറ്റ് ബാലൻസ് വേണം എന്ന് ഇല്ല. ക്ലിയർ? ഓക്കെ. അപ്പോൾ ആ രീതിയിൽ യൂസ് ചെയ്യുന്ന കാർഡാണ് ക്രെഡിറ്റ് കാർഡ്. അപ്പോൾ ഡെബിറ്റ് കാർഡിനെയും ക്രെഡിറ്റ് കാർഡിനെയും നമ്മളൊന്ന് കമ്പയർ ചെയ്തേ. ഡെബിറ്റ് കാർഡും റെക്ടാങ്കുലർ ഷേപ്പുള്ള പ്ലാസ്റ്റിക് പേയ്മെൻറ്റ് കാർഡാണ്. ക്രെഡിറ്റ് കാർഡും റെക്ടാങ്കുലർ ഷേപ്പുള്ള പ്ലാസ്റ്റിക് പേയ്മെൻറ്റ് കാർഡാണ്. അതുപോലെ തന്നെ ഡെബിറ്റ് കാർഡിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? 16 ഡിജിറ്റ് കാർഡ് ഹോൾഡർ 16 ഡിജിറ്റ് കാർഡ് നമ്പർ, യൂണിക് നമ്പർ. നെക്സ്റ്റ് കാർഡ് ഹോൾഡറിൻ്റെ നെയിം, ഇഷ്യൂ ചെയ്യുന്ന ബാങ്കിൻ്റെ നെയിം, അതുപോലെ തന്നെ ഇഷ്യൂ ചെയ്ത ഡേറ്റ്, എക്സ്പയറി ഡേറ്റ്, CVV നമ്പർ, കാർഡ് ലോഗോ, ഇത്തരം കാര്യങ്ങളൊക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡെബിറ്റ് കാർഡിൽ കാണും. സോ ക്രെഡിറ്റ് കാർഡിലും അതേപോലെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. എന്താണ്? 16 ഡിജിറ്റ് യൂണിക് കാർഡ് നമ്പർ, അതുപോലെ തന്നെ കാർഡ് ഹോൾഡറിൻ്റെ നെയിം, ഇഷ്യൂ ചെയ്ത ബാങ്കിൻ്റെ പേര്, ഇഷ്യൂ ചെയ്ത ഡേറ്റ്, എക്സ്പയറി ഡേറ്റ്, CVV നമ്പർ, സിഗ്നേച്ചർ ബാർ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ക്രെഡിറ്റ് കാർഡിനുമുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഡെബിറ്റ് കാർഡിൽ നമ്മുടെ അക്കൗണ്ടിൽ സഫിഷ്യൻറ്റ് ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് ആ ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ക്രെഡിറ്റ് കാർഡ് ആണെങ്കിലോ, നമ്മളുടെ അക്കൗണ്ടിൽ സഫിഷ്യൻറ്റ് ബാലൻസ് ഇല്ലെങ്കിലും ബാങ്ക് പറയുന്ന ഒരു ലിമിറ്റ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓവർ ഡ്രാഫ്റ്റ് ചെയ്യാനായിട്ട് ക്രെഡിറ്റ് കാർഡ് വഴി പറ്റും. ഓക്കെ. നെക്സ്റ്റ് ഡെബിറ്റ് കാർഡിൽ നമ്മുടെ അക്കൗണ്ടിൽ ഉള്ള എമൗണ്ടിന് ബാങ്ക് കസ്റ്റമറിന് ഇൻട്രസ്റ്റ് കൊടുക്കുമ്പോൾ, ക്രെഡിറ്റ് കാർഡിൻ്റെ കേസിലാണെങ്കിലോ നമ്മൾ എത്ര എമൗണ്ട് ആണോ സ്പെൻഡ് ചെയ്തത് ആ സ്പെൻഡ് ചെയ്ത എമൗണ്ടിന് ബാങ്കിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ച് ഒരു ഇൻട്രസ്റ്റ് കസ്റ്റമർ ബാങ്കിലേക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. ക്ലിയർ? ഇനി ഡെബിറ്റ് കാർഡിൻ്റെ കേസിൽ ഓവർ ഡ്രാഫ്റ്റ് എന്നുള്ളൊരു സംഭവമേ ഉണ്ടാവത്തില്ല. നമ്മുടെ കയ്യിൽ എത്ര എമൗണ്ട് ഉണ്ടോ അത്ര എമൗണ്ട് മാത്രം നമ്മൾ സ്പെൻഡ് ചെയ്യും. അപ്പോൾ എന്താണ്, നമ്മുടെ എക്സ്പെൻസ് കുറവായിരിക്കും. പക്ഷേ ക്രെഡിറ്റ് കാർഡിൻ്റെ കേസിലാണെങ്കിലോ നമ്മളുടെ അക്കൗണ്ടിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്പെൻഡ് ചെയ്യുന്നു ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ട്. ഓവർ ഡ്രാഫ്റ്റ് വരുന്നു, എക്സ്പെൻസ് കൂടുന്നു. സോ ഇതാണ് ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ക്ലിയർ? സോ നമുക്ക് നോക്കാം, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ക്രെഡിറ്റ് കാർഡ് എന്തൊക്കെയായിരിക്കും. നമ്മൾ ഡെബിറ്റ് കാർഡിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ കൺവീനിയൻ്റ് ആണ്, ലോ കോസ്റ്റ് ലോൺ കിട്ടും, ഇൻസ്റ്റൻറ്റ് ക്യാഷ്, നമ്മുടെ കയ്യിൽ പൈസ വയ്ക്കാമെന്നില്ല. അതുപോലെ തന്നെ ലോ കോസ്റ്റ് നമുക്ക് ലോൺ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് അവൈലബിൾ ആവും. അതുപോലെ തന്നെ കൺവീനിയൻ്റ് ആണ്. ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? റിസ്ക് ഓഫ് ഓവർ സ്പെൻഡിങ്, നമ്മുടെ കയ്യിൽ ഉള്ളതിനെക്കാട്ടിൽ വരവിനെക്കാട്ടിൽ കൂടുതൽ നമ്മൾ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് ചിലവാക്കുന്നു. നെക്സ്റ്റ് ഇൻട്രസ്റ്റ് ആപ്ലിക്കബിൾ ഇൻ കേസ് ഓഫ് ഓവർ ഡ്രോയിങ്, നമ്മൾ കൂടുതൽ സ്പെൻഡ് ചെയ്തു, അത് പറഞ്ഞ ടൈമിനുള്ളിൽ അടച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം,
ഇൻട്രസ്റ്റ് ബാങ്കിലേക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ക്ലിയർ? സോ നമുക്ക് നോക്കാം ഡെബിറ്റ് കാർഡ് ഓർ ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷൻ പ്രോസസ്സ്. ഈ ഒരു ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം അല്ലേ? ഒരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഒക്കെ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ആ യൂസ് ചെയ്യുമ്പോൾ വരുന്ന സ്റ്റെപ്സ് എന്തൊക്കെയാണ്, അതാണ് ഡെബിറ്റ് കാർഡ് ഓർ ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ ഡെബിറ്റ് കാർഡിനും ക്രെഡിറ്റ് കാർഡിനും കോമൺ ആയിട്ടാണ് സ്റ്റെപ്സ് കൊടുത്തിരിക്കുന്നത്. ഇൻ കേസ് എക്സാമിന് ഡെബിറ്റ് കാർഡിൻ്റെ കേസാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ ഈ പറയുന്ന സ്റ്റെപ്സിലെല്ലാം കാർഡ് എന്ന് പറയുന്നതിന് പകരം ഡെബിറ്റ് കാർഡ് എന്ന് കൊടുക്കുക. ക്രെഡിറ്റ് കാർഡിൻ്റെ കാര്യമാണ് ചോദിക്കുന്നതെങ്കിൽ കാർഡ് എന്നുള്ളതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക, ക്രെഡിറ്റ് കാർഡ് എന്ന് കൊടുക്കുക. ഓക്കെ, ട്രാൻസാക്ഷൻ പ്രോസസ്സൊക്കെ സിമിലറാണ്. ക്ലിയർ? സോ നമുക്ക് നോക്കാം എന്താണ് ഡെബിറ്റ് കാർഡ് ഓർ ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷൻ പ്രോസസ്സ്. ഫസ്റ്റ് എന്ത് ചെയ്യും, ഒരു കസ്റ്റമർ ഒരു ഷോപ്പിൽ പോയി ആ കസ്റ്റമറിന് ആവശ്യമായിട്ടുള്ള പ്രോഡക്റ്റൊക്കെ പർച്ചേസ് ചെയ്യും. പർച്ചേസ് ചെയ്തതിന് ശേഷം കസ്റ്റമർ എന്ത് ചെയ്യും, നമ്മുടെ കയ്യിലുള്ള ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് സെല്ലറിന് സബ്മിറ്റ് ചെയ്യും. ക്ലിയർ? അപ്പോൾ സെല്ലർ എന്ത് ചെയ്യും, സെല്ലർ നമ്മൾ കൊടുത്ത കാർഡിനെ ഒരു സ്വൈപ്പിംഗ് മെഷീൻ, നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ നമ്മുടെ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ ഷോപ്പിലൊക്കെ ഉള്ളൊരു മെഷീൻ, ആ മെഷീനിൽ സ്വൈപ്പ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ കാർഡിൽ നിന്നും എമൗണ്ട് അവർ കളക്ട് ചെയ്യുന്നത്. സോ ഈ സ്വൈപ്പിംഗ് മെഷീൻ അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും പോയിൻ്റ് ഓഫ് സെയിൽ സിസ്റ്റത്തിലേക്ക് സെല്ലർ ഈ കാർഡിനെ കൊടുക്കുന്നു. ക്ലിയർ ആയല്ലോ? അപ്പോൾ POS സിസ്റ്റം ക്യാപ്ചർ ഇൻഫർമേഷൻ ഫ്രം കാർഡ് ആൻഡ് സെൻഡ് ടു അക്വയറർ. അപ്പോൾ ഈ സ്വൈപ്പിംഗ് മെഷീൻ അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും POS സിസ്റ്റം ഈ കാർഡിൽ നിന്നും, നമ്മൾ കൊടുക്കുന്ന കാർഡിൽ നിന്നും, അത് ഡെബിറ്റ് കാർഡാവും ക്രെഡിറ്റ് കാർഡാവും, കാർഡിൽ നിന്നും ഇൻഫർമേഷനൊക്കെ കളക്ട് ചെയ്യുന്നു. കളക്ട് ചെയ്തതിന് ശേഷം ഇതിനൊരു അക്വയറർ മെഷീനിലേക്ക് കൊടുക്കുന്നു അല്ലെങ്കിൽ അക്വയററിന് കൊടുക്കുന്നു. അക്വയറർ എന്താണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു, പേയ്മെൻറ്റ് ഗേറ്റ്വേ. നമ്മുടെ സെല്ലറിനും നമ്മുടെ കസ്റ്റമറിനും ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ഇൻ്റർമീഡിയറ്റ്, അതാണ് പേയ്മെൻറ്റ് ഗേറ്റ്വേ. ആ പേയ്മെൻറ്റ് ഗേറ്റ്വേ ആണ് നമ്മളിവിടെ അക്വയറർ എന്ന് പറയുന്നത്. സോ ആ മിഡിലുള്ള ബാങ്കിലേക്ക് കൊടുക്കുന്നു. ക്ലിയർ ആയല്ലോ? അപ്പോൾ കസ്റ്റമർ എന്ത് ചെയ്തു, സെല്ലറിൻ്റെ കയ്യിൽ കാർഡ് കൊടുത്തു. സെല്ലർ എന്ത് ചെയ്തു, ഈ കാർഡിനെ ഒരു സ്വൈപ്പിംഗ് മെഷീനിലേക്ക് കൊടുത്തു, അല്ലെങ്കിൽ അതിനെ നമുക്ക് POS അല്ലെങ്കിൽ പോയിൻ്റ് ഓഫ് സെയിൽ സിസ്റ്റം എന്ന് പറയാം. ആ സ്വൈപ്പിംഗ് മെഷീൻ എന്ത് ചെയ്തു, ആ കാർഡിലുള്ള ഇൻഫർമേഷൻ എല്ലാം കളക്ട് ചെയ്ത്, ആ സ്വൈപ്പിംഗ് മെഷീനും ഒരു ബാങ്ക് ആയിരിക്കും ഇഷ്യൂ ചെയ്യുന്നത്. സോ അപ്പോൾ ആ അക്വയറിലേക്ക് കൊടുത്തു. ഇനി അക്വയറിൻ്റെ ഡ്യൂട്ടി എന്താണ്, അല്ലെങ്കിൽ ആ ഇൻ്റർമീഡിയറ്റിൻ്റെ ഡ്യൂട്ടി എന്താണ്, ഈ സ്വൈപ്പിംഗ് മെഷീൻ അല്ലെങ്കിൽ POS സിസ്റ്റം കൊടുത്ത ഇൻഫർമേഷൻ ഒക്കെ ഒതൻറ്റിക്കേഷന് വേണ്ടിയിട്ട് ഈ കാർഡ് ഇഷ്യൂ ചെയ്ത ബാങ്ക് ഏതാണോ ആ ബാങ്കിലേക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കുന്നു. ക്ലിയർ? അക്വയറേഴ്സ് കമ്പ്യൂട്ടർ ഫോർവേഡ് ദ ഡേറ്റ ടു കാർഡ് ഇഷ്യൂയിങ് ബാങ്ക് ഫോർ വെരിഫിക്കേഷൻ, ഒതൻറ്റിക്കേഷൻ ആൻഡ് വാലിഡേഷൻ. ക്ലിയർ? സോ ഈ ഒരു കാർഡ് ഒതൻറ്റിക്കേറ്റഡ് ആണോ, അല്ലെങ്കിൽ ഈ കാർഡിൻ്റെ എക്സ്പയറി ഡേറ്റ് എന്ന് വരെയുണ്ട്, ഈ കാർഡിൽ സഫിഷ്യൻ്റ് എമൗണ്ട് ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാർഡ് ഇഷ്യൂ ചെയ്ത ബാങ്ക് ഏതാണോ ആ ബാങ്കിലേക്ക് ഡീറ്റെയിൽസൊക്കെ ഫോർവേഡ് ചെയ്യും. അപ്പോൾ ഈ കാർഡ് വാലിഡ് ആണെന്നുണ്ടെങ്കിൽ, ഇതിനകത്ത് സഫിഷ്യൻ്റ് എമൗണ്ട് ഉണ്ട്, അല്ലെങ്കിൽ ഈ ഒരു കാർഡ് വെച്ചിട്ട് എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പേ ചെയ്യാം എന്നുണ്ടെങ്കിൽ ബാങ്ക് എന്ത് ചെയ്യും, ഒരു കൺഫർമേഷൻ അക്വയർ മെഷീന് കൊടുക്കും. ക്ലിയർ? ദെൻ ഈ അപ്പോൾ അക്വയർ മെഷീനൊരു കൺഫർമേഷൻ കിട്ടിയല്ലോ. അപ്പോൾ ഈ അക്വയർ എന്ത് ചെയ്യും, ഈ കൺഫർമേഷനെ സെല്ലറിന് വേണ്ടിയിട്ട് സെല്ലറിൻ്റെ ബാങ്കിലേക്ക് ഫോർവേഡ് ചെയ്യും. ഫോർവേഡ് ചെയ്യുമ്പോൾ ആ ബാങ്കിൽ നിന്ന് എന്ത് കിട്ടും, നമ്മുടെ കാർഡിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് എമൗണ്ട് സെല്ലറിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആവും. ക്ലിയർ ആയോ? അതായത് ഈ ഇൻ്റർമീഡിയറ്റ് എന്ത് ചെയ്യും, നമ്മുടെ അക്വയറർ നമ്മൾ കാർഡിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷനെ എല്ലാം കളക്ട് ചെയ്ത് കാർഡ് ഇഷ്യൂ ചെയ്ത ബാങ്ക് ഏതാണോ ആ ബാങ്കിലേക്ക് ഫോർവേഡ് ചെയ്യും. ഫോർവേഡ് ചെയ്തതിന് ശേഷം ഈ കാർഡ് ഇഷ്യൂ ചെയ്ത ബാങ്ക് ഈ കാർഡിലെ ഇൻഫർമേഷനൊക്കെ നോക്കി വെരിഫൈ ചെയ്ത് വാലിഡ് ആണോ ഒതൻറ്റിക്കേറ്റഡ് ആണോ എന്നൊക്കെ നോക്കി, ഒതൻറ്റിക്കേറ്റഡ് ആണെങ്കിൽ അല്ലെങ്കിൽ വാലിഡ് ആണെങ്കിൽ അപ്രൂവ് ചെയ്തുകൊണ്ട് അക്വയറിനെ അറിയിക്കും. അപ്പോൾ അക്വയറർ എന്ത് ചെയ്യും, കസ്റ്റമറിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും എമൗണ്ടിനെ സെല്ലറിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് സെല്ലറിൻ്റെ അക്കൗണ്ടിൽ എമൗണ്ട് ക്രെഡിറ്റ് ആയി കഴിഞ്ഞാൽ സെല്ലർ എന്ത് ചെയ്യും, നമുക്കൊരു കൺഫർമേഷൻ സ്ലിപ്പ് തരും.
അല്ലെങ്കിൽ ഒരു റെസിപ്റ്റ് തരും. അങ്ങനെ ആ ഒരു ട്രാൻസാക്ഷൻ പ്രോസസ്സ് അവിടെ കംപ്ലീറ്റ് ആവും. സോ ഇത്രയുമാണ് ഡെബിറ്റ് കാർഡ് ഓർ ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ക്ലിയർ? ഒന്നുകൂടെ പറയാം. എന്താണ്? കസ്റ്റമർ പർച്ചേസ് ഐറ്റംസ് ഫ്രം എ സ്റ്റോർ ആൻഡ് അഗ്രീയിങ് ടു പേ ദ ബിൽ എമൗണ്ട്. ഓക്കെ. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ദ കസ്റ്റമർ പ്രസൻറ്റ് ദ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് കാർഡ് ടു ദ സെല്ലർ. നെക്സ്റ്റ്, ദ സെല്ലേഴ്സ് POS system capture information from card and securely send it to the acquirer to process order. Next, the acquirer's computer forward the data to the bank which issues the card for authorization, validation and verification. Next, the acquirer sends approval to the seller and make transaction. Finally, the seller provide the customer a receipt to complete the sale. ഇത്രയും കാര്യങ്ങളാണ് ഡെബിറ്റ് കാർഡ് ഓർ ക്രെഡിറ്റ് കാർഡ് പ്രോസസ്സിങ്ങിൽ വരുന്നത്. ക്ലിയർ? സോ ഇത്രയും ക്ലിയർ ആയല്ലോ. ഡെബിറ്റ് കാർഡ് എന്താണ്, ക്രെഡിറ്റ് കാർഡ് എന്താണ്, ഡെബിറ്റ് കാർഡ് ഓർ ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷൻ പ്രോസസ്സ്. ഓക്കെ. സോ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ.